ഏതുകാലത്തും എവിടെയും ആർക്കും അനുഷ്ഠിക്കാവുന്നതും അതിവിശിഷ്ടവുമായ ഒരു മഹാപൂജയെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സത്യപ്രധാനമായ ഈ അനുഷ്ഠാനം നടത്തുന്നവരോടുകൂടി നിത്യവും മഹാലക്ഷ്മി ഉണ്ടാവുന്നു. മാത്രമല്ല സകലവിധ ഐശ്വര്യങ്ങളും അവർക്കെന്നും ലഭ്യമാവുകയും ചെയ്യുന്നു. ഇനി ഏതാണ് ആ പൂജ എന്നല്ലേ? സത്യനാരായണ പൂജയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ സദാനന്ദൻ എന്നൊരു ബ്രാഹ്മണനെ ശ്രീനാരായണൻ വ്രതരൂപത്തിൽ ദർശനം നൽകുകയും സത്യനാരായണ വ്രതം അനുഷ്ഠിച്ചാൽ ദാരിദ്ര്യമെല്ലാം മാറുമെന്നും ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ പൂജ ചെയ്തതിൻ്റെ ഗുണം അദ്ദേഹത്തിന് ലഭ്യമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നമ്മുടെ നാരദമുനി ഈ ഭൂലോകവാസികളുടെ ദുരിതങ്ങൾ കണ്ട് അതിനൊരു പരിഹാരം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ സത്യനാരായണ പൂജ ചെയ്താൽ മതിയെന്ന് ഭഗവാൻ ഉപദേശിച്ചു എന്നാണ് മറ്റൊരു കഥ പറയുന്നത്. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങി വിശേഷ സന്ദർഭങ്ങളിലും മറ്റും ഈ പൂജ വീടുകളിൽ ചെയ്യാറുണ്ട്. പൂക്കളും വ്യത്യസ്തമായ ഫലങ്ങളും സപാദം, അതായത് ഗോതമ്പ് നുറുക്ക് പാലിൽ വേവിച്ച് നെയ്യും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഏലക്കായും ഉണക്കമുന്തിരി മുതലായവ ചേർത്ത് വരട്ടിയ ഒരു പായസമാണ് നിവേദ്യമായി ഉപയോഗിക്കുന്നത്. സത്യനാരായണ പൂജയ്ക്ക് മറ്റുള്ളവയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പൂജയ്ക്ക് ശേഷം പൂജാരി ഇതിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളും സംസ്കൃതത്തിൽ വിശദീകരിക്കും എന്നതാണ്. പൂജയ്ക്ക് പഞ്ചാമൃത അഭിഷേകവും അഷ്ടോത്തര പൂജയും സഹസ്രനാമ പൂജയും ചെയ്യുന്നു. നുറുക്കിയ ഫലങ്ങളും, അതായത് സപാദം, നിവേദ്യവും വയ്ക്കും. ഗണപതി, ഗൗരീദേവി, ശ്രീ പരമേശ്വരൻ, നവഗ്രഹങ്ങൾ, ഇന്ദ്രൻ തുടങ്ങിയവരെ ആവാഹിച്ചാണ് ഈ പൂജ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പങ്കെടുക്കുന്നവർക്കും നിവേദ്യം കഴിക്കുന്നവർക്ക് പോലും ഫലം ലഭിക്കുമെന്നാണ് ഈ പൂജയുടെ അതിമഹത്തായ വിശ്വാസം. നമ്മുടെ ദക്ഷിണ താന്ത്രിക വിധികളിൽ അത്യപൂർവമായ ചടങ്ങാണ് മഹാസത്യനാരായണ ബലി എന്നറിയപ്പെടുന്നത്. വിഷ്ണു ഭഗവാന്റെ വിരാട് പുരുഷ ഭാവമാണ് സത്യനാരായണ സ്വാമി. സദാശിവ മൃത്യുഞ്ജയ ഭാവവും ആദിനാരായണ മൂർത്തിഭാവവും മഹാമായ ചൈതന്യവും ചേർന്ന മൂർത്തിഭാവമാണ് സത്യനാരായണ സ്വാമി എന്ന് അറിയപ്പെടുന്നത്. ശൈവ വൈഷ്ണവ ശാക്തേയ ഭാവങ്ങൾ ലയിച്ചു ചേർന്നതാണ് ഈ മഹാദർശനം. അതിനാൽ തന്നെ ഉപാസകർക്ക് സർവാഭീഷ്ടപ്രദായകമാണ്. സർവ്വവിധ പ്രയാസങ്ങളും നീക്കം ചെയ്ത് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി ആനന്ദം മാത്രം പ്രദാനം ചെയ്യുന്നതാണ് സത്യനാരായണ സ്വാമിയുടെ ഉപാസന. ഏതുകാലത്തും എവിടെയും ആർക്കും അനുഷ്ഠിക്കാവുന്നതും അതിവിശിഷ്ടവുമായ പൂജയാണിത്. സത്യപ്രധാനമായ ഈ അനുഷ്ഠാനം നടത്തുന്നവരുടെ കൂടെ നിത്യവും മഹാലക്ഷ്മി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല സകലവിധ ഐശ്വര്യങ്ങളും അവർക്കെന്നും ലഭിക്കുകയും ചെയ്യും. സത്യനാരായണ പൂജയ്ക്ക് വ്രതമുണ്ട്. ഒരു ദിവസത്തെ ഒരിക്കൽ എടുത്താണ് പൂജ ചെയ്യുക. സന്ധ്യാസമയമാണിതിന് അതിവിശേഷമായി കണക്കാക്കുന്നത്. കുടുംബം ബന്ധുക്കളെയും കൂടി ക്ഷണിച്ച് ഒന്നിച്ചാണ് ഈ പൂജ ചെയ്യുക. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യവും സ്വന്തമായി വീടില്ലാത്തവർക്ക് അതിനുള്ള യോഗവും പൂജ നടത്തി ഒരു വർഷത്തിനകം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നമുക്കും നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കാം. അങ്ങനെ അത്യന്തം കഠിനകാര്യമായ ഈ കാലഘട്ടത്തെ തൃണനം ചെയ്യാം. സത്യനാരായണ പൂജ നടത്തിയാൽ നിത്യമായ ലക്ഷ്മി സാന്നിധ്യം ഫലം എന്നാണ് നാരായണ തന്ത്രത്തിൽ തന്നെ പറയുന്നത്. അതായത് സകലവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ചുരുക്കം. സത്യത്തിൽ ഹിന്ദു സംസ്കാരത്തിലുള്ള അത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രാർത്ഥനകളും വ്രതങ്ങളും പൂജകളും ആരാധനാക്രമങ്ങളും മറ്റൊരു മതത്തിലും ഇല്ല. നിയതമായ രീതിയിൽ തന്നെ അവ ചിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവ ശരിയായ രീതിയിൽ നമ്മുടെ പുതിയ തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതുമുണ്ട്. നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ചുള്ള അവബോധം അവരിൽ ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നഷ്ടപ്പെട്ട ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തിരികെ കൊണ്ടുവരികയും അതിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സംസ്കാരം ഉയർത്തുക എന്നതു തന്നെയാണ്. ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയും ഇതുതന്നെയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഹരേ ഗുരുവായൂരപ്പ ശരണം.